ഭൂമിയിലെ ശാപ വീടുകൾ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഒരാൾ അങ്ങോട്ട് ഒരാൾ ജനിച്ച് വളർന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടിക്കും ഈ പുരുഷനും അച്ഛനമ്മമാരിൽ നിന്ന് വേറിട്ട് ഒരു വീട് വെക്കണം എന്നാണ്. അപ്പോൾ വീട് വെക്കാം, സ്വന്തമായിട്ട് ജീവിക്കാം, സ്വയം പര്യാപ്തതയോടുകൂടി ജീവിക്കുന്നതും സ്വന്തമായിട്ട് അധ്വാനിച്ച് വീടുണ്ടെന്നൊക്കെ വളരെ നല്ലതാണ്. ഒന്നുകിൽ കുടുംബസ്വത്തായിട്ട് കിട്ടിയ വീടിൻ്റെ ഒരു പോർഷൻ കിട്ടും. കുടുംബസ്വത്തായിട്ട് കിട്ടിയത്, ആ കുടുംബസ്വത്തായിട്ട് കിട്ടിയ വീടിൻ്റെ പൂർവികർക്ക് എങ്ങനെയാണ് ഈ സ്ഥലം കിട്ടിയത്? അവർ ആരുടെയെങ്കിലും അപഹരിച്ചതാണോ? ആരെങ്കിലും വഞ്ചിച്ച് മേടിച്ചതാണോ? പലിശയ്ക്ക് കൊടുത്തിട്ട് കിട്ടാത്തത് കൊണ്ട് സ്ഥലം എഴുതി മേടിച്ചതാണോ? ഇതിന് ഒരു കഥയുണ്ട്. ഞാനൊരു വീട്ടിൽ ഒരു പരിഹാരക്രിയ ചെയ്യുവാണ്. പരിഹാരക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ പേര് പറയും, ഇന്നതാ ഇങ്ങനെ പേരുള്ള ഒരാളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ വീട് തിരുവനന്തപുരത്തൊരു സ്ഥലമാണ്. ഒരുപാട് ജനങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഈ വീടിൻ്റെ പരിസരത്തിൽ തങ്കമ്മ എന്ന് പറയുന്ന, ഞാനൊരു പേര് പറയുകയാണ് ഉദാഹരണത്തിന്, എന്ന പേരുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു. ഈ വീടിൽ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഈ മുറിയിൽ ഒരാൾ കിടന്ന് മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി? അദ്ദേഹം പണം പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. എങ്ങനെ പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു? അദ്ദേഹം പണം മേടിച്ചിട്ട് ഭൂമി എഴുതി മേടിക്കുക, അല്ലെങ്കിൽ പണം പലിശയ്ക്ക് ഗ്യാരണ്ടി മേടിച്ചിട്ട് കൊടുക്കുമായിരുന്നു. ആരാണ്? ആ ഗൃഹനാഥൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ. അപ്പോൾ അങ്ങനെ ഈ പണം പലിശയ്ക്ക് മേടിച്ച ഈ സ്ത്രീ ഒരുപാട് പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റാതായിപ്പോൾ ഈ വസ്തു എഴുതി മേടിച്ചിട്ട് അവർ ഒരു സ്ഥിതിയുമില്ലാതായി, കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അവരെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടാവണം. ചീത്തയൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ ശാപം ഉണ്ടാവുമല്ലോ. എന്തായാലും ഇദ്ദേഹം വളരെ കാലം കിടന്ന് ദുരിതപ്പെട്ടാണ് മരിച്ചത്. അപ്പോൾ ആ ഭൂമിയുടെ ദോഷമാണ്. നമുക്ക് അർഹതയില്ലാത്ത പണം, നമുക്ക് അർഹതയില്ലാത്ത ഭൂമി, അങ്ങനെ കിട്ടുന്ന ഭൂമിയിൽ വസിക്കുന്നവർക്ക് ദോഷം ഉണ്ടാകുക, അപമൃത്യു ഉണ്ടാകുക. അങ്ങനെ വിൽക്കുന്ന വീടുകൾ പിന്നെ ദാമ്പത്യം വാഴാതിരിക്കുക. കാലശേഷം ഈ ഇദ്ദേഹത്തിൻ്റെ സന്താനങ്ങളാരെങ്കിലും ഇദ്ദേഹം കിടന്ന അതേ അവസ്ഥയിൽ കിടക്കുക, ഏകാന്തമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുക, ദുരിതങ്ങൾ ഉണ്ടാകുക. ഇത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ശാപഭൂമികളും ശാപ വീടുകളുമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാസ്തു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല നോക്കേണ്ടത്. ഒരു വീട് സാധാരണ ഇപ്പോൾ എന്താണ്, ഒരു എൻജിനീയേഴ്സൊക്കെ ഇത് വരച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കണക്കുണ്ട്. അതല്ല. ഭൂമിയുടെ കിണറിൻ്റെ സ്ഥാനം ഇന്ന ഭാഗം ഇന്ന ഫോർമുലകളല്ലാതെ വാസ്തുവിനെക്കുറിച്ച് നല്ലവണ്ണം ഗണിച്ച് പറയുന്ന, വാസ്തുവിൻ്റെ ഒരു മണ്ണ് നമ്മളിങ്ങനെ എടുത്താൽ മണ്ണിൻ്റെ ചൂട് ഗ്രഹിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ അവിടെ വരുന്ന ചെടികളുടെ ലക്ഷണം പറയാൻ പറ്റുന്ന, അവിടെ ഏതൊക്കെ ചെടികളാണ് വളരാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം ഈ നാരകം കിളിക്കുന്ന കുറേ മാമൂലകൾ പണ്ടുള്ള ആൾക്കാർ മാമൂലകൾക്കനുസരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നാരകം പട്ടണം അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളുണ്ട്. ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഇപ്പം ഈ കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരുടെ വീടുകളിലൊക്കെ അത്തരം മരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഭയം ഉണ്ടാകാത്തവരുമുണ്ട്. നമ്മളെ ചീത്ത പറയുന്നവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ എന്തിനാണ് വിളിച്ച് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന്. പക്ഷേ അതല്ലല്ലോ, നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അനുഭവസ്ഥരായിട്ടുള്ള ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ആ ദുരിത അനുഭവങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നേ നമ്മൾ ധരിക്കുകയുള്ളൂ, അല്ലേ? നമ്മുടെ അനുഭവങ്ങൾ, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ മറ്റൊരാൾക്ക് വരാതിരിക്കട്ടെ. ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയി കല്യാണം കഴിച്ചപ്പോൾ വളരെ ദുരിതമാണ്. അവിടെ 6-7 മൃത്യു, തൂങ്ങി മരണങ്ങൾ തന്നെയുണ്ട്, വിഷം കഴിച്ച് മരണങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രശ്നമാണെന്ന് കണ്ട് ഒരാൾ ക്ഷേത്രം പണിത് കൊടുത്തു. ആ ക്ഷേത്രം നോക്കാനിപ്പോൾ ആരുമില്ല. കാരണം ക്ഷേത്രം ഉണ്ടാക്കുക എന്നുള്ളത്, ക്ഷേത്രം സംരക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ആ ഒരാൾ വിട്ടുകൊടുത്ത ആ സ്ഥലം ക്ഷേത്രം പണിയേണ്ട സ്ഥലമല്ല. അത് പണ്ട് അതിൻ്റെ തെക്ക് ഭാഗത്ത് 3-4 ആ കുടുംബത്തിലെ ആൾക്കാരുടെ ശവമടക്കിയുമ്പോൾ ശലമാകുമ്പം ക്ഷേത്രഭൂമി ശ്മശാനമായി. പിന്നെ ശ്മശാന കാളിയുണ്ട്, കരിങ്കാളി, കൊടുങ്കാളി എന്നൊക്കെ പറയുന്ന കാളി സാന്നിധ്യങ്ങളുടെ ശ്മശാന ഭൂമികളുണ്ട്. അവിടെ കൊണ്ടുവന്ന് നമുക്ക് കൃഷ്ണൻ്റെയോ പിന്നെ ഒക്കെ പടം വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ യോഗീശ്വരൻ്റെ സാന്നിധ്യമുള്ള ദൈവിക സാന്നിധ്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ, മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ശിഥിലമായി പോകും, ദാമ്പത്യങ്ങൾ തകർന്നു പോകും, സന്താനങ്ങൾക്ക് ദോഷമുണ്ടാകും. ഇതൊക്കെ അനുഭവത്തിലുള്ളതാണ്.
ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തന്ത്രമന്ത്രവാദികളിൽ ഭൂമികളെക്കുറിച്ച് ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് തെക്കോട്ട് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ ഭൂമി, കിഴക്കോട്ട് ഉയർന്ന ഭൂമി, ഇതൊക്കെ ഫോർമുലകളാണ്. ആ ഫോർമുലകളല്ലാതെ തന്നെ ഒരു ഭൂമിയുടെ നിറം, ആ ഭൂമിയിലേക്കുള്ള വഴി, ആ ഭൂമിയിലെ ശുദ്ധി, ആ ഭൂമിയിലെ പണ്ട് കാലത്ത് ഏതെങ്കിലും മോശപ്പെട്ട കുഴികളോ അല്ലെങ്കിൽ മോശപ്പെട്ട സാധനങ്ങൾ അഴുക്കുകളൊക്കെ കൊണ്ടിട്ടിരുന്ന സ്ഥലമാണോ, ഇതെല്ലാം ചിന്തിച്ച് കാലങ്ങൾക്ക് ശേഷം മണ്ണ് മുടിയതിൻ്റെ പുറത്തോടെ നമ്മൾ വീട് വെച്ചാൽ ഏതു സമ്പന്നനും ദരിദ്രനായി പോകും എന്നുള്ള അവസ്ഥ എൻ്റെ മുമ്പിൽ ഒരുപാട് ഇവിടെ തെളിവുകളുണ്ട്. വീട് വെച്ച് അലയുന്ന എത്രയോ പേരാണ്. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്ന ആൾക്കാർ വീട് വെച്ചതോടുകൂടി സർവ്വനാശവും സംഭവിച്ച് സംഘർഷങ്ങൾ കൂടി, ഭാര്യയും ഭർത്താവ് ഒരു കട്ടിലിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സമയം ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കണമെന്ന് പോലും അറിയത്തില്ല. കാരണം കടബാധ്യതകളും സംഘർഷങ്ങളും. വീടാണ് പുറത്തു നോക്കുമ്പോൾ മനോഹരമായ ഒരു വീടാണ്. ആ വീടിനകത്ത് നടക്കുന്നതോ ആ ഭൂമിയിൽ സംഭവിക്കുന്നതോ ഇതെല്ലാം ഒരു അനുഭവ പാഠങ്ങളാണ്. നമ്മളൊരു വീട് വയ്ക്കുക, ബാധ്യതകളില്ലാതെ വീടുകൾ വയ്ക്കുക. നിങ്ങൾ വാടക കെട്ടിടത്തിൽ താമസിച്ചാലും വീട് പണം ഉണ്ടായതിന് ശേഷം വലിയ പലിശകളൊന്നും കൊടുക്കാൻ പറ്റാത്ത ബാങ്കിൽ നിന്നെടുത്ത്, ഇല്ലെങ്കിൽ പലിശ അടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് ഇതൊക്കെ വരുമാനത്തിന് അനുസൃതമായിട്ട് മാത്രം ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ ശാപ വീടുകളും ശാപഭൂമികളിലും ജീവിച്ച് ജീവിതം ഹോമിച്ച് കളയേണ്ട. നല്ല സന്താനങ്ങൾ ജനിക്കുന്നില്ല. സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ ബുദ്ധിമാന്ദ്യം ഉണ്ടാകും. അവർക്ക് പഠിക്കാൻ കഴിയില്ല. അവർ ലഹരിക്ക് അടിമയാകുന്ന തരത്തിലുള്ള നെഗറ്റീവ് ഫോഴ്സ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടാകും. അഗ്നി കത്തിക്കില്ല, ഗ്യാസ് ഉണ്ടെങ്കിൽ കത്തിക്കാൻ പറ്റില്ല, അഗ്നി ബാധയുണ്ടാകുക, ഉറങ്ങാൻ പറ്റാതിരിക്കും. ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിക്ക് എപ്പോഴും നമ്മൾ വാങ്ങുന്ന ഭൂമി ഇല്ലെങ്കിൽ പൂർവികമായി കിട്ടുന്ന ഭൂമി ഉത്തമമാണോ എന്ന് നോക്കാതെ നമ്മൾ ഈ ഗൃഹങ്ങൾ വെക്കാൻ പോയാൽ ഗൃഹത്തിൻ്റെ സ്വസ്ഥത നശിക്കുകയും ജീവിതത്തിൻ്റെ നല്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ മുഴുവൻ ഇല്ലാതായി പോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.